അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മയിലിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്ന നിലയിൽ മയിലിന് വളരെയധികം സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പ്രാധാന്യമുണ്ട്. മയിലുകളുടെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ്. മയിലുകൾ അവയുടെ ഊർജ്ജസ്വലവും വർണ്ണാഭമായതുമായ തൂവലുകൾക്ക് പേരുകേട്ടതാണ്. മയിലിന്റെ തൂവലുകൾ പീലി എന്നാണ് അറിയപ്പെടുന്നത്. ആൺ മയിലിന് നീലയും പച്ചയും കലർന്ന നീളൻ പീലികൾ ആണ് ഉള്ളത്. ഇവ വാലായിട്ടാണ് കാണപ്പെടുന്നത്. ഇവ പീലികൾ നിവർത്തി ആടാറുണ്ട്. ഇത് കാഴ്ചക്കാർക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്നാൽ ഇണകളെ ആകർഷിക്കാനാണ് അവ പീലി നിവർത്തുന്നത്. ഇവയ്ക്ക് തലയിൽ പൂവും ഉണ്ട്. പെൺമയിലുകളുടെ തൂവലുകൾ ഇരുണ്ട പച്ച, തവിട്ട്, ചാരനിറത്തിൽ ഇടകലർന്ന് കാണപ്പെടുന്നു. ആൺമയിലിനെ പോലെ പെൺമയിലിന് നീളമുള്ള വാൽ ഇല്ല. ഒരു മയിലിൽ നിന്ന് ശരാശരി 200 പീലികൾ ലഭിക്കുന്നു. ഇന്ത്യയിൽ മയിലിനെ കൊല്ലുന്നതും പീലി ശരീരത്തിൽ അണിയുന്നതും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ്. കൊഴിഞ്ഞു വീഴുന്ന പീലികൾ കൈവശം വയ്ക്കാൻ മാത്രമാണ് അനുമതിയുള്ളത്. എന്നാൽ കൊഴിയുന്ന പീലിയുടെ മുകളിലൂടെ മയിലുകൾ സഞ്ചരിച്ച് അവ കേടുപാടുള്ളതാകുകയും ഒടിയുകയും ചെയ്യും. ഇതിനു വിപരീതമായി പെൺമയിലിന് കൂടുതൽ മിനുസപ്പെടുത്തിയ തൂവലുകൾ ഉണ്ട്. പ്രത്യേകിച്ച് കൂടുകൂട്ടുമ്പോൾ ഫലപ്രദമായി മറിഞ്ഞിരിക്കാൻ സഹായിക്കുന്നു. മയിലുകൾ സാമൂഹിക പക്ഷികളാണ്. ഇവ പലപ്പോഴും പാർട്ടീസ് എന്നറിയപ്പെടുന്ന ചെറിയ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. ആശയവിനിമയ സിഗ്നലുകളായി വർത്തിക്കുകയും സാമൂഹിക പെരുമാറ്റത്തിൽ ഒരു പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഉച്ചത്തിലുള്ളതും വ്യത്യസ്തവുമായ ശബ്ദങ്ങൾക്ക് അവ പേരുകേട്ടതാണ്. വളരെ ചെറിയ ദൂരം മാത്രമേ ഇവയ്ക്കു പറക്കാനാവുള്ളൂ. സൂക്ഷ്മമായ കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇവക്കുണ്ട്. ശത്രുക്കളുടെ ആഗമനം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇതിനാകും. ഇന്ത്യൻ മയിലുകൾ സാഹചര്യവുമായി വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളമുള്ള വിവിധ ആവാസ വ്യവസ്ഥകളിൽ വളരുന്നു. ഇലപ്പൊഴിയും കാടുകൾ, കുറ്റിച്ചെടികൾ, പുൽമേടുകൾ, കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ സാധാരണയായി കാണപ്പെടുന്നു. തീറ്റ തേടാൻ തുറസായ സ്ഥലങ്ങളും സംരക്ഷണത്തിനായി ഇടതൂർന്ന സസ്യജാലങ്ങളും ഉള്ള പ്രദേശങ്ങളാണ് മയിലുകൾ ഇഷ്ടപ്പെടുന്നത്. നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകൾക്ക് സമീപം ഇവയെ പലപ്പോഴും കാണാം. കൃഷിയിടങ്ങൾ, ഗ്രാമപ്രാന്തങ്ങൾ തുടങ്ങിയ മനുഷ്യവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും മയിലുകൾ വസിക്കുന്നതായി അറിയപ്പെടുന്നു. വ്യത്യസ്ത പരിതസ്ഥിതികളോടുള്ള അവയുടെ പൊരുത്തപ്പെടുത്തൽ ഇന്ത്യയിലുടനീളം അവയുടെ വ്യാപകമായ സാന്നിധ്യത്തിന് കാരണമായി. സാധാരണയായി മഴക്കാല മാസങ്ങളിൽ, അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ സംഭവിക്കുന്ന പ്രജനനകാലത്ത് സാധ്യതയുള്ള ഇണകളെ ആകർഷിക്കുന്നതിനായി ആൺമയിലുകൾ വിപുലമായ പ്രണയ പ്രദർശനങ്ങളിൽ ഏർപ്പെടുന്നു. ലെക്കിംഗ് എന്നറിയപ്പെടുന്ന ഒരു മനോഹരമായ നൃത്തത്തിൽ ആൺമയിലുകൾ അവയുടെ മനോഹരമായ പീലികൾ വീശുന്നു, മനോഹരമായ നൃത്തം പ്രദർശിപ്പിക്കുന്നു. പെൺമയിലുകളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉച്ചത്തിലുള്ള വിളികളും സ്വഭാവ സവിശേഷതകളുമുള്ള പ്രദർശനമാണിത്. ഇണകളെ തിരഞ്ഞെടുക്കുന്നതിൽ പെൺമയിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. പലപ്പോഴും തീരുമാനമെടുക്കുന്നതിനു മുമ്പ് ഒന്നിലധികം നൃത്ത പ്രദർശനങ്ങൾ നിരീക്ഷിക്കുന്നു. ഒരു ഇണയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പെൺമയിൽ നിലത്ത് ഒരു ആഴം കുറഞ്ഞ കൂടിൽ 3 മുതൽ 5 വരെ മുട്ടകൾ ഇടുന്നു. സാധാരണയായി ഇടതൂർന്ന സസ്യങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കും. ഇൻകുബേഷൻ കാലയളവ് ഏകദേശം 28 ദിവസം നീണ്ടുനിൽക്കും. ഈ സമയത്ത് പെൺമയിൽ മുട്ടകളെ ശ്രദ്ധാപൂർവം സംരക്ഷിക്കുകയും അടയിരിക്കുകയും ചെയ്യുന്നു. മയിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിനു ശേഷം ഉടനെ തന്നെ നടക്കാനും ഭക്ഷണം കണ്ടെത്താനും തുടങ്ങുന്നു. സ്വതന്ത്രമായി അതിജീവിക്കാൻ കഴിയുന്നതുവരെ അവ അമ്മയുടെ സംരക്ഷണത്തിൽ തുടരും. മയിൽ കുഞ്ഞുങ്ങൾ വേഗത്തിലുള്ള വളർച്ചയും വികാസവും കൈവരിക്കുന്നു. 3 വയസ്സാകുമ്പോഴേക്കും അവ പൂർണ്ണത പ്രാപിക്കുന്നു. മയിലുകൾ മിശ്രഭുക്കുകളാണ്. ഇലകൾ, ചെടികളുടെ ഭാഗങ്ങൾ, പുഷ്പദളങ്ങൾ, വിത്തുകൾ, പ്രാണികൾ, ഉരികങ്ങൾ മുതലായവയാണ് ഭക്ഷണം. ചിലപ്പോൾ ചെറിയ പാമ്പുകളെപ്പോലും ഇവ ഭക്ഷണമാക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് പ്രധാന ഇരുതേട്. ഉച്ചയ്ക്കും രാത്രിയും മരപ്പൊത്തുകളിൽ വിശ്രമിക്കുകയാണ് പതിവ്. കാട്ടിൽ ഒരു മയിലിന്റെ ശരാശരി ആയുസ് ഏകദേശം 15 മുതൽ 20 വർഷം വരെയാണ്. എന്നിരുന്നാലും വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും സ്ഥിരമായ ഭക്ഷണവും ആരോഗ്യ സംരക്ഷണവും നൽകുകയും ചെയ്താൽ അവയ്ക്ക് ചിലപ്പോൾ 25 വർഷം വരെ ജീവിക്കാൻ കഴിയും. ഹൈന്ദവ വിശ്വാസത്തിൽ മയിലിന് വളരെ പ്രാധാന്യമുണ്ട്. പരമശിവന്റെയും പാർവതിദേവിയുടെയും പുത്രനായ സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ്. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ ശ്രീകൃഷ്ണന്റെ കിരീടത്തിൽ ചൂടിയിരിക്കുന്നത് മയിൽപീലിയാണ്. വിദ്യയുടെയും അറിവിന്റെയും ദേവതയായ സരസ്വതിയുടെ കൂടെയും മയിൽ ഉണ്ടാകാറുണ്ട്. നഗരവൽക്കരണം, വനനശീകരണം, കാർഷിക വ്യാപനം എന്നിവ മൂലമുള്ള ആവാസവ്യവസ്ഥയുടെ നഷ്ടം എന്നിവ മയിലുകളുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയ്ക്ക് ഗണ്യമായ ഭീഷണി ഉയർത്തുന്നു. കൂടാതെ ചിലപ്പോൾ തൂവലുകൾ, മാംസം, പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്നിവയ്ക്കായി മയിലുകളെ വേട്ടയാടാറുണ്ട്. മയിൽ തൂവലുകളുടെ നിയമവിരുദ്ധ വേട്ടയാടലും വ്യാപാരവും അവയുടെ ജനസംഖ്യയെ ഗണ്യമായി കുറക്കാൻ കാരണമാകുന്നു. മയിലുകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ സംരക്ഷിത മേഖലകളും വന്യജീവി സങ്കേതങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമം പോലുള്ള നിയമപരമായ സംരക്ഷണങ്ങൾ മയിലുകളെ വേട്ടയാടുന്നത് നിരോധിക്കുന്നു. മയിലുകളുടെ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ പ്രാധാന്യത്തെക്കുറിച്ച് പ്രാദേശിക സമൂഹങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും സഹവർത്തിത്വവും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതുജന അവബോധ കാമ്പയിനുകൾ നടത്തുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.